ഇന്ന് നമ്മൾ കടലയാണ് കറി വെക്കാൻ പോകുന്നത്. കുതിർത്ത് വെച്ച കടല ഒരു കുക്കറിലേക്ക് ഇടാം. അതിലേക്ക് ചെറിയ ഉള്ളിയും ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഈ കറിയിൽ നമ്മൾ തേങ്ങ അരയ്ക്കുന്നില്ല. കറിക്ക് വേണ്ട സാധനങ്ങൾ: തക്കാളി, പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി. ഇത്രയും സാധനം വേണം. ഒരു ചീനച്ചട്ടിക്കകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ഇവ വഴറ്റിയെടുക്കണം. ഉള്ളി അരിയുന്നൊന്നുമില്ല, കാരണം നമ്മളിത് അരച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം മാത്രം കുറച്ച് തക്കാളി, അതായത് ഒരു തക്കാളി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, ആ ഒരു തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിലേക്ക് കുറച്ച് ഗരം മസാല അതും കൂടെയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അവത്തിലേക്ക് കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി എണ്ണ തെളിയുന്നത് വരെ ഇളക്കി കൊടുക്കണം. എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും കടല വേവിച്ച വെള്ളം ബാക്കിയുണ്ടെങ്കിൽ ആ വെള്ളം ചേർക്കാം. ഇല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ആ കൂട്ടത്തിൽ ഈ കടല വേവിച്ചതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. കടലയും കൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. തീ കുറച്ചിട്ട് ഒന്ന് എണ്ണ തെളിയുമ്പോഴത്തേക്കും കറി ഓഫ് ചെയ്യാം. കടലക്കറി റെഡിയായി.